അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സു പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വേഗത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ തിരുവചന വെളിച്ചത്തിൽ നാം ധ്യാനിക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം യെശയ്യാ പ്രവാചകൻ 58 അധ്യായത്തിലാണ്. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. എപ്പോഴാണ് വേഗത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നത്? നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. അത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം നീ ചെയ്താൽ, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ചെയ്താൽ വേഗത്തിൽ ഒരു പ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്താണ് ആ ഉപവാസം? ആ ഉപവാസത്തിൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? അങ്ങനെ നിങ്ങൾ ചെയ്താൽ, നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്നറിഞ്ഞ് ദൈവത്തോട് കൂടെ നടക്കാൻ മനസ്സ് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ വഴികളെ വിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ, വിശുദ്ധ വഴിയിൽ നടന്നാൽ, ഉപവസിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ, തിരുവചനം പറയുന്നു, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. പ്രിയപ്പെട്ടവർ, എന്താ കഷ്ടത മാറാത്തത്? എന്താണ് മുറിവുകൾ ഉണങ്ങാത്തത്? മുറിവുകൾ ശരീരത്തിൽ മാത്രമല്ല കേട്ടോ, മനസ്സിനേറ്റ മുറിവുകളുണ്ട്. അതങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല. ബാല്യം മുതലേ മനസ്സ് മുറിഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങളെ തകർത്തത്. ഭാരപ്പെടണ്ട. നിങ്ങളുടെ മുറിവുകൾ അതെത്ര വലുതായിരുന്നാലും, അതെത്ര ആഴമുള്ളതായിരുന്നാലും, അതെത്ര അധികമായിരുന്നാലും, നിങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള നല്ല വൈദ്യൻ്റെ മുൻപിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഭൂമിയിലെ ആർക്കും നിങ്ങളുടെ മുറിവ് വെച്ച് കെട്ടുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന യേശുവിൻ്റെ വാക്കുകൾക്ക് നിങ്ങളെ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. വേഗത്തിൽ നിന്റെ മുറിവുകൾ സൗഖ്യമാകും. വേഗത്തിൽ ഉപവസിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്തെന്ന് അറിയുക. ബന്ധനങ്ങളെ അഴിക്കുക, പാപവഴികൾ ഉപേക്ഷിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുക, ജീവിതത്തെ സമർപ്പിക്കുക. ഒരു പുതിയ ജീവിതത്തിന്, പുതിയ തുടക്കത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. നിശ്ചയമായും വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.